നമസ്കാരം. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആ മുഖ്യമന്ത്രി കാലത്തെ ഒരു പരിപാടി, ജനസമ്പർക്ക പരിപാടി. വിമർശിച്ചും പ്രശംസിച്ചും വാർത്തകളിൽ ഇടം നേടിയ ഒരു പരിപാടിയായിരുന്നു അത്. ഇത് പക്ഷേ ഒറിജിനൽ ആ പരിപാടിയുടെ ചിത്രമല്ല. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലറിലുള്ള ഒരു ചിത്രമാണ്. കേരള രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്നവരുടെ ആകാംക്ഷ കൂട്ടിക്കൊണ്ട് നിവിൻ പോളി മുഖ്യ കഥാപാത്രമാകുന്ന പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ആ ട്രെയിലറിനെ പറ്റിയും സിനിമയെക്കുറിച്ചും ഒക്കെയുള്ള ആകാംക്ഷയെപ്പറ്റിയും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ആലോചിക്കുന്നുണ്ടാവും ചില ആളുകളെങ്കിലും. അതിന് ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് പ്രതിച്ഛായയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യം പേരിനെ പറ്റിയാണ്. ഗംഭീരമായ പേരാണ് പ്രതിച്ഛായ. സമകാലിക രാഷ്ട്രീയ വർത്തമാനത്തിൽ പറയാൻ, പ്രയോഗിക്കാൻ, ചർച്ച ചെയ്യാൻ ഒക്കെ ഇടയാക്കുന്നൊരു വിഷയമാണ് പ്രതിച്ഛായ. പേരെഴുതിയതിലുള്ളൊരു വിയോജിപ്പ്, അതായത് അക്ഷരത്തിലുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. പ്രതിച്ഛായ എന്നാണ് ഉച്ചാരണം, പ്രതിച്ഛായ അല്ല. ഛായും കൂടി അക്ഷരം ചേർത്ത് വേണം. മലയാളം എന്ന് പറഞ്ഞാൽ പറയുന്നത് എഴുതുന്ന ഭാഷയാണ്, അല്ലെങ്കിൽ ആ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ തന്നെ മലയാള ഭാഷ ഉണ്ട്. എന്നാൽ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട്. നമ്മൾ പറയും, പക്ഷേ അതല്ല എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് അധ്യാപകൻ എന്നാണ് നമ്മൾ പറയുക, എന്നാൽ അധ്യാപകൻ എന്നെഴുതും. മാധ്യമം എന്ന് വായിക്കും, മാധ്യമം എന്നെഴുതും. ഇപ്പോൾ മാധ്യമം പത്രത്തിൻ്റെ ടൈറ്റിലിനെ നോക്കിയാൽ മതി. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അത് ഈ DTP ഒക്കെ വന്നപ്പം ഒരക്ഷരത്തിൻ്റെ ഒരു കീ പ്രസ് ലാഭം, ആ ഒരു സെക്കൻഡ് ലാഭം നേടുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പരിപാടിയാണ്. പ്രതിച്ഛായ എന്ന് പറയും, പക്ഷേ എഴുതുന്നത് പ്രതിച്ഛായ എന്നായിപ്പോയി. അത് പോട്ടെ, അതത്ര വലിയ കാര്യമില്ല എന്ന് നമുക്ക് കരുതാം. സിനിമയാണല്ലോ, പറഞ്ഞേ ഉള്ളൂ. ട്രെയിലറിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി, ചാണ്ടി ഉമ്മൻ, സോളാർ കേസ്, കോൺഗ്രസ്, CPM എന്നെല്ലാം നേരത്തെ നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ട്രെയിലറിലെ ആകാംക്ഷയും അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയായിരുന്നു. ഒരുപക്ഷെ ട്രെയിലറിൽ അതിലേക്ക് കൂടുതൽ ചിന്തിപ്പിക്കുന്ന പല ഇമേജറീസ് അല്ലെങ്കിൽ പല ബിംബങ്ങളും ഉണ്ട്. ഇരുണ്ട പശ്ചാത്തലത്തിലുള്ള സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ദൃശ്യത്തോടെയാണ് പ്രതിച്ഛായ ആരംഭിക്കുന്നത്. കുറച്ച് നമുക്ക് അതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫിലോസഫിക്കലായ ഒരു നിഴലിച്ച അധികാര കേന്ദ്രത്തിൻ്റെ വ്യക്തിപരമായി തകർന്നുപോയ പരാജയമാണോ വിജയമാണോ എന്ന് നിർവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സൂചന അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ സംഭാഷണം അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നിവിൻ പോളിയുടെ ആ കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. പക്ഷെ ഞാൻ വിജയിച്ചവരാണോ? ഗാന്ധിജിയും നെഹ്റുവും EMSഉം AKGയും വിജയിച്ചവരാണോ? അതോ പരാജയപ്പെട്ടവരാണോ? രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് എന്ന് ഉറപ്പിക്കുന്ന ആ ട്രെയിലറിലെ ആദ്യ സംഭാഷണം ഇങ്ങനെയാണ്. അടുത്തത് CPN ബ്രാക്കറ്റിൽ CPNM ബ്രാക്കറ്റിൽ M എന്ന് CPIMനെ ഓർമ്മിപ്പിക്കുന്ന കൊടികളുമായി എത്തുന്നൊരു വലിയ ജാഥ. അതൊരു പ്രതിഷേധ ജാഥയുടെ ഛായയുള്ളതാണ്. ഇനിയാണ് തുടക്കത്തിൽ പറഞ്ഞ ആ ദൃശ്യം ഞാൻ ആദ്യം കാണിച്ചില്ലേ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ഓർമ്മിപ്പിക്കുന്ന, അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ ആ പരിപാടി ഓർമ്മിപ്പിക്കുന്ന ദൃശ്യം. ബഹളങ്ങൾക്കിടയിൽ ജനങ്ങളുടെ പരാതി കേട്ട മുഖ്യമന്ത്രിയുടെ ദൃശ്യം. അതിന് പിന്നാലെ മങ്ങിയ മുഖത്തിനൊപ്പം അതേ മുഖ്യമന്ത്രി ആയിരിക്കണം, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് തോന്നിപ്പിക്കുന്ന നിവിൻ പോളിയുടെ വ്യക്തമായ ദൃശ്യം ഉൾപ്പെടുത്തിയൊരു ഷോട്ട്. കാറിൽ അവർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ റോഡരികിൽ, അത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലായിരിക്കാം, കാണാനാകുന്നുണ്ട് കസ്റ്റഡി മരണം സംഭവിച്ച യുവാവിന് വേണ്ടിയുള്ള ഒരു സമരം. ആ സമരത്തിൽ ഒരു സ്ത്രീ നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തെ ഓർമ്മിപ്പിക്കുന്ന രംഗത്തിലേക്കാണ് പിന്നാലെ നമ്മൾ ചെല്ലുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDF നടത്തിയ സോളാർ പ്രതിഷേധ സമരം. ആ സമരക്കൊടികളിൽ CPNM എന്ന പേരിനൊപ്പം DYFI ഓർമ്മിപ്പിക്കുന്ന DUFIയുടെ വെളുത്ത കൊടിയുമുണ്ട്. അഴിമതി വീര വർഗീസ് എന്നെഴുതിയ പ്ലക്കാർഡുകളും ഉണ്ട്. വർഗീസ് എന്നായിരിക്കണം അതിലെ ബാലേന്ദ്രൻ എന്ന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് പിണറായി വിജയനായിരുന്നു, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി. പിണറായി ഓർമ്മിപ്പിക്കുന്ന ചില സംഭാഷണങ്ങൾ ഈ ട്രെയിലറിലുണ്ട്. സായികുമാറിൻ്റെ കഥാപാത്രത്തെ നമ്മൾ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയാൽ കുറ്റം പറയാൻ കഴിയില്ല. ആ സംഭാഷണ ഭാഗങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതാണ്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാര്യം നമുക്കറിയാം. വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരാണ്. ഒരാൾ മൂത്രമൊഴിക്കാൻ പോയാൽ വീണു പോകാനിടയുണ്ട് എന്ന് VS അച്യുതാനന്ദൻ തമാശ രൂപേണ അക്കാലത്ത് പറഞ്ഞ സർക്കാരാണ്. സായികുമാറിൻ്റെ കഥാപാത്രം അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പിണറായിയുടെ പല പ്രസംഗങ്ങളിൽ വന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ്. വർഗീസെ, 2 സീറ്റ് ഭൂരിപക്ഷത്തിൻ്റെ നകളിപ്പിനൊരു മര്യാദയൊക്കെ വേണം കേട്ടോ എന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട്. മാത്രമല്ല, പിണറായി വിജയൻ അക്കാലത്തും ഇക്കാലത്തും നിരന്തരം പറയുന്നൊരു പ്രയോഗമുണ്ട്.
അത് ഈ സിനിമയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ എന്ന ഒരു ഡയലോഗ്. വർഗീസ്, ബാലേന്ദ്ര മേനോൻ്റെ കഥാപാത്രം, മുഖ്യമന്ത്രിയെ തോന്നിപ്പിക്കുന്ന ആ കഥാപാത്രം. ബാലേന്ദ്ര മേനോൻ ഒരു ഗംഭീര കഥാപാത്രമായി നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമയിൽ എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണുന്നെ വേണം. ഒരു രംഗത്തിൽ മകനോട് ആ കഥാപാത്രം പറയുന്നുണ്ട്, നീ ഒരു കറക്റ്റീവ് ഫോഴ്സാണ് എന്ന്. പിന്നെ കറക്ഷനുമായി ഒരു ബന്ധമില്ലാത്ത ആളാണല്ലോ എന്ന് തമാശയായി തിരിച്ചു പറയുന്നുണ്ട്. എങ്കിലും പുറത്ത് അഴിമതി ആരോപിച്ച് പ്രതിപക്ഷത്തിൻ്റെ വലിയ സമരം നടക്കുമ്പോൾ ഇത് ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയും. ആ സമരം സ്വാതന്ത്ര്യാനന്തരം സെക്രട്ടേറിയറ്റ് കണ്ട വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾ കൂടിയൊരു സമരമായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജിക്കായുള്ള സമരം. സമരത്തിൻ്റെ അവസാന ദിവസം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്ര മികവിലൂടെ ആ സമരത്തെ മടക്കി വിടുന്നതിന് മുമ്പ് കേരളം ആകാംക്ഷയോടെ രാജിക്കായുള്ള സാധ്യതകൾ ചർച്ച ചെയ്തിരുന്നു. മുന്നണിയിൽ തന്നെ മറ്റു പലരെയും പകരം മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചതായി വാർത്തകളും അന്ന് നിരന്തരം വന്നു. പാരവെപ്പുകാർ എന്നത്തെയും പോലെ കോൺഗ്രസിൽ തലപൊക്കിയിരുന്ന കാലമായിരുന്നല്ലോ. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നയതന്ത്രം അവിടെ വിജയിച്ചിരുന്നു. ട്രെയിലറിൽ ഒരു സംഭാഷണം ബാലേന്ദ്രമേനോൻ്റെ കഥാപാത്രം പറയുന്നത് അതിനോട് ചേർത്ത് വായിച്ചാലും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ആ സംഭാഷണ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് വീഴും എന്നാണ് പരക്കെ പറച്ചിൽ എന്ന്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ്റെയും മകൻ ചാണ്ടി ഉമ്മൻ്റെയും പ്രശസ്തമായൊരു പ്രസംഗമുണ്ട്. അത് നമ്മുടെ അതുവരെയുള്ള ധാരണകളെ അട്ടിമറിക്കുന്നതായിരുന്നു. ആ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ കുരുക്കാനും രാജിവെപ്പിക്കാനും അവിടെ കയറിയിരിക്കാനും കോൺഗ്രസിൽ നിന്ന് തന്നെ കൂടെ നിന്നവർ തന്നെ ശ്രമിച്ചു എന്ന ആക്ഷേപം അന്നും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പല വാർത്തകളായി വന്നതാണ്. ട്രെയിലറിൽ ചില സൂചനകളുണ്ട്. പ്രതിച്ഛായയിൽ പ്രധാന വില്ലനായി ഷറഫുദ്ദീനെ കുറിച്ച് സൂചനകളുണ്ട്. എങ്കിലും വർഗീസിൻ്റെ സഹപ്രവർത്തകരുടെ നീക്കങ്ങളുടെ സൂചനകൾ ട്രെയിലറിൽ കാണാം. ഹരിശ്രീ അശോകനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നേതാവിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് വേണം നമുക്ക് കാണാൻ. ആ കഥാപാത്രം അങ്ങനെയുള്ള പാരവെക്കുന്ന ഒരാളാണോ എന്ന് സംശയം നമുക്ക് തോന്നും. ബാലേന്ദ്ര മേനോൻ്റെ സംഭാഷണ ഭാഗത്തിൽ പറയുന്നുണ്ട്, രോഗം നമുക്ക് പുറത്തല്ലടാ അകത്താണ് എന്ന് മകനോട് പറയുന്നുണ്ട്. പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി അവിടേക്ക് ഒരു സ്ത്രീ കയറി വരികയാണ്. സോളാർ കേസിലേതുപോലെ എന്നെ കോടതിയിൽ ഹാജരാക്കണം, എനിക്ക് 164 കൊടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ കേരള സമൂഹം 164 എന്ന ആ വകുപ്പ് തന്നെ പഠിച്ചത് ആ കാലത്തായിരുന്നു. പ്രതിച്ഛായകൾ നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും പൊളിക്കുന്നതുമൊക്കെ ആരാണ്? മാധ്യമങ്ങളാണ്. കടുത്ത വിമർശനം ഉണ്ണികൃഷ്ണൻ സിനിമയിൽ കാത്തുവെച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ മാധ്യമങ്ങൾക്കെതിരെ. അതിലേക്കുള്ള സൂചനയായി ഒരു സംഭാഷണ ഭാഗം ട്രെയിലറിലുണ്ട്. മാർക്കറ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ് എന്ന് മാധ്യമ മൈക്കുകൾ അവിടെ അകമ്പടിയായി ഉണ്ട്. എതിരാളി കുരുങ്ങിയെന്ന് കണ്ടതോടെ സംഭവം കത്തിപ്പടരാനും പ്രതിച്ഛായ എതിരായി അനുകൂലമായി ഒക്കെ നിർമ്മിക്കാനും ഉള്ള നേതാക്കളുടെ ഓപ്പറേഷനുകളും ട്രെയിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പോലീസ് ഉടനെ റിയാക്ട് ചെയ്യരുത്, ചാനലും സോഷ്യൽ മീഡിയയിലും കത്തണം എന്ന ഹരിശ്രീ അശോകൻ്റെ ഡയലോഗ് പല കാര്യങ്ങളിലേക്കുമുള്ള സൂചനയാകുന്നുണ്ട്. പ്രധാന ട്രെയിലറിനുള്ളിൽ ബി ഉണ്ണികൃഷ്ണൻ പലതും അടക്കി വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഉമ്മൻചാണ്ടിയുടെ ഛായ ആരോപിക്കുമ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ്റെ ഛായ നിവിൻ പോളിയിൽ അത്രക്കങ്ങ് വ്യക്തമാക്കപ്പെടുന്നില്ല ട്രെയിലറിൽ. ഒപ്പം വാണിജ്യ സിനിമ ചേരുവ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അധോലോകത്തിലേക്കും നമ്മളെ ട്രെയിലർ കൊണ്ടുപോകുന്നുണ്ട്. ഷറഫുദ്ദീൻ വില്ലത്തരത്തിൻ്റെ സ്ട്രോങ് മോഡിലാണ് ഉള്ളത്. എനിക്കിപ്പോൾ കുറച്ചു കാലമായിട്ട് സ്ക്രീനിൽ ഷറഫുദ്ദീനെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവം തോന്നാറുണ്ട്. ഏറ്റവും അവസാനം പ്രജിത്തിൻ്റെ 1000 ആശകളിൽ ജയറാമിൻ്റെ വില്ലൻ എന്ന് പറയാമോന്ന് അറിയില്ല ഷറഫുദ്ദീൻ കൂടി വരുന്നുണ്ട്. ടിക്കറ്റ് എടുത്തത് നഷ്ടമായില്ല എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെത്. ഷറഫുദ്ദീനിലെ നടൻ്റെ മികവ് ആണ് അതിൽ പ്രധാന കാര്യം. നമ്മൾ വില്ലന്മാർക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന ധാരണകളെ അദ്ദേഹം കുറേയൊക്കെ പൊളിക്കുന്നുണ്ട്. ഘനഗാംഭീര്യമുള്ള ശബ്ദവും വമ്പൻ ശരീരവും എന്നൊക്കെയുള്ള പാരമ്പര്യ രീതികളെ പൊളിച്ച് ഷറഫുദ്ദീൻ വില്ലത്തരം പുറത്തെടുത്ത് വിജയിപ്പിക്കുമ്പോൾ അത് അയാളുടെ പ്രതിഭയുടെ മികവാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവിടെയും അങ്ങനെ ഉണ്ടാകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതിച്ഛായയിൽ അഭിനേതാക്കളിൽ ആദ്യത്തേതായി ഞാൻ ഉറ്റുനോക്കുന്നത് ഷറഫുദ്ദീൻ്റെ ആ പ്ലേസിങ് തന്നെയാണ്. അയാളുടെ ആ വരവ് ആ ട്രെയിലറിൽ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കും. കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിലാണ് പ്രതിച്ഛായ റിലീസ് ചെയ്യുന്നത്. അത് ആ സിനിമ കൈകാര്യം ചെയ്യുന്ന ഉള്ളടക്കത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന മട്ടിൽ വലിയ തോതിൽ ചില ആളുകൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പ്രൊപ്പഗണ്ട ആരോപണത്തെക്കുറിച്ചുള്ള വിശദീകരണം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അതിലൊരു പ്രൊപ്പഗണ്ടയുമില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് പല ഷെയ്ഡുകൾ ഉണ്ടാകാം,
പക്ഷേ 100% ഇതൊരു ഫിക്ഷനാണ്. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ സിനിമയിലൂടെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമയിൽ 3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഇന്ന് ഇമേജസായി മാറിയിട്ടുണ്ട്. വ്യക്തിത്വം നഷ്ടപ്പെട്ടവർ, നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിലൂടെ ഇമേജ് ക്രിയേഷൻ നടത്തി നമ്മുടെ അബോധത്തെ കോളനൈസ് ചെയ്യുന്ന അതിഭീകരമായ സൈബർ രാഷ്ട്രീയം ഇവിടെ ശക്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നു. അപ്പോഴും അടിസ്ഥാനപരമായി ഇതൊരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിൽ, പങ്കാളികൾ തമ്മിൽ, ഓരോ കഥാപാത്രങ്ങളും തമ്മിലുള്ള ഡ്രാമ. അങ്ങനെ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടുതൽ ആകാംക്ഷകൾ ബി ഉണ്ണികൃഷ്ണൻ്റെ ഈ പ്രതികരണം നമ്മളിൽ അവശേഷിപ്പിക്കുകയാണ്. സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാലം കൂടിയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സിനിമ ഇറങ്ങി ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുക, അയാളെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ പതിവ് രീതിയായി മാറിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും ഇത് കുറേ ആളുടെ വേർപ്പാണ്, ഇതാണെന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ ട്രെയിലർ ലോഞ്ചിൽ ആ കാര്യത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ പരാധീനതകളോ സാമ്പത്തിക ബാധ്യതകളോ എൻ്റെ അധ്വാനമോ ഇത്രയും പേർ ഇവിടെ വന്നു നിന്നതിൻ്റെ അവരുടെ അധ്വാനമോ ഒന്നും കാണികൾക്ക് വിഷയമല്ല. പലരും പറയാറുണ്ട് ഇത്രയും പേരുടെ അധ്വാനമല്ലേ, അതിനെ വിമർശിക്കുന്നത് എന്തിന് എന്ന്. കാണികളെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ ഈ സിനിമ രസിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സിനിമ ഉപാധികളില്ലാതെ ഞാൻ കാണികളിലേക്ക് സമർപ്പിക്കുകയാണ്, നിങ്ങളുടെ തീരുമാനമാണ് എന്ന് വളരെ ശ്രദ്ധേയമായ മാതൃകയാക്കാവുന്ന, ഇനി സിനിമ ഇറങ്ങിയാലും അദ്ദേഹം ഈ സമീപനം തുടരുമെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ഉറച്ച തീരുമാനങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം മറ്റൊരു പ്രധാന കാര്യം കൂടി ഇതിൽ, ഈ സിനിമ തുടക്കം എവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്, ആ ആകാംക്ഷയെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സമ്മാനിച്ച സിനിമയാണ്. ഈ സിനിമയ്ക്ക് ശേഷവും മുമ്പും എന്ന് എൻ്റെ വ്യക്തിത്വത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ സിനിമ എൻ്റെ ആനന്ദവും ദുഃഖവുമാണ്, അതിൻ്റെ അർത്ഥം ജീവിതമാണ് എന്നാണ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധായകൻ എന്നതിലുപരി ഒരു തൊഴിലാളി സംഘടനാ നേതാവ് കൂടിയാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മിക്കതിൽ നല്ല ഒരു ഫിലിം മേക്കറെ നമുക്ക് കാണാനാകും. ഒപ്പം ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നതും കാണാം. കേരള രാഷ്ട്രീയത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും നിരന്തരം തേടുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മൾ അനുഭവിച്ച ഒരു കാലത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ തൻ്റെ തിരിച്ചറിവിൻ്റെ ബലത്തിൽ അവതരിപ്പിച്ച് വലിയ വിജയം നേടിയാൽ, നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും മട്ടിൽ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് മാറ്റും മട്ടിലുള്ള ഒരു സിനിമയാക്കി മാറ്റിയാൽ അതൊരു ഗംഭീര സംഭവമാകും. പറയാൻ കാരണം വർത്തമാനകാല രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ സിനിമകൾ എന്ന സംഗതി കുറ്റിയേറ്റ് പോയി കഴിഞ്ഞു എന്ന തോന്നലിലേക്ക് മലയാള സിനിമ എത്തി എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. വാണിജ്യ സിനിമയുടെ ആ വലിയ സാധ്യത രാഷ്ട്രീയ സിനിമകൾ, അതായത് കറണ്ടായ പൊളിറ്റിക്സ് പറയുക എന്നുള്ള സാധ്യത പുതിയ കാലത്തെ മാധ്യമങ്ങളുടെ കടന്നുവരവ് കൊണ്ടുകൂടിയാണ് പ്രശ്നത്തിലായത്. അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള പ്രതിഭകൾ സിനിമയിൽ ഓരോ കാലത്തും ഉണ്ടാകും പോലെ ഈ കാര്യത്തിൽ പിറവിയെടുത്തും ഇല്ല. പ്രതിച്ഛായയിലൂടെ ബി ഉണ്ണികൃഷ്ണൻ അതിനെ മറികടക്കുമോ എന്ന് കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പ്രതിച്ഛായ ടീമിന് ആശംസകൾ. നന്ദി, നമസ്കാരം.